നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഇളക്കി മറിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദവുമായി ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. വർഷങ്ങളോളം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ് പുറത്തിറങ്ങി സിനിമാ നടൻ ദിലീപിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത്. ആരോപണം എന്നത് പുതിയതൊന്നുമല്ല, പഴയ ആരോപണം തന്നെയാണ്. പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച ഒരു രീതി കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും അത് ടെലികാസ്റ്റ് ചെയ്യുന്നു. അടുത്ത 3-4 ദിവസങ്ങൾ ഇനി ഒരു പക്ഷേ മാധ്യമങ്ങളിൽ ഇതായിരിക്കും വാർത്ത എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ സനോജ്, എന്തുകൊണ്ടാണ് ആ വാർത്ത അവിടെ അവസാനിച്ചത്? അല്ല, അതിൻ്റെ കാരണം ഇപ്പോൾ കുമാർജി പറഞ്ഞതിൽ തന്നെ ഉണ്ട്. കാര്യം ഇത് പറഞ്ഞു പഴകിയ ഒരു വാർത്തയാണ്. ഒരു വാർത്തയാകുന്നത് എപ്പോഴാണ്? ഇതുവരെ നമ്മൾ അറിയാത്ത, കേൾക്കാത്ത ഒരു കാര്യം അതിൻ്റെ പുതുമയോടും അതിൻ്റെ ഈ പറഞ്ഞതുപോലെ അതിനകത്തൊരു സസ്പെൻസ് ഉണ്ടായിരിക്കുക, ഒരു നിഗൂഢത ഉണ്ടായിരിക്കുക, അത് കേൾക്കുന്ന ആളിൽ അല്ലെങ്കിൽ വായിക്കുന്ന ആളിൽ ഒരു നിഗൂഢത ഉണർത്തുക. അതാണ് ഒരു വാർത്തയുടെ ശൈലി, ഇല്ലേ? അപ്പോൾ നമ്മൾ ജേർണലിസം ക്ലാസ്സിൽ തന്നെ വാർത്തയുടെ ഒരു ഡെഫിനേഷൻ പഠിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇഫ് എ ഡോഗ് ബൈറ്റ്സ് എ മാൻ ഇറ്റ്സ് നോട്ട് എ ന്യൂസ്. ഒരു പട്ടി മനുഷ്യനെ കടിച്ചാൽ അതൊരു വാർത്തയല്ല. ബട്ട് ഇഫ് എ മാൻ ബൈറ്റ്സ് എ ഡോഗ്, ഒരു മനുഷ്യൻ പട്ടിയെ കടിക്കുകയാണെങ്കിൽ അതാണ് വാർത്ത. അപ്പോൾ അതിനകത്തേലൊരു അപരിചിതത്വം വേണം, അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ റിപ്പോർട്ടർ TV രാത്രി അതിൻ്റെ തലേദിവസം രാത്രി മുതൽ വലിയ പ്രമോയും ബഹളവുമായിരുന്നു. നാളെ രാവിലെ ഒരാളിൻ്റെ മുഖം മൂടി ഞങ്ങൾ അഴിച്ച് വയ്ക്കുകയാണ്, അഴിഞ്ഞു വീഴുകയാണെന്നൊക്കെ ഉള്ള തരത്തിൽ ന്യൂസ് കാർഡുകളും ഒക്കെയായി വലിയ കോലാഹലങ്ങൾ. അപ്പം നമ്മളും ഒക്കെ കാത്തിരുന്നു ഇനി വലിയ എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തൽ വരികയാണോ. പക്ഷേ വന്നതാകട്ടെ പൾസർ സുനിയുമായി അവരുടെ ഒരു റിപ്പോർട്ടർ നടത്തിയ ഒരു ഒളിക്യാമറ ഇൻ്റർവ്യൂ ആണെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് അത്രയും അദ്ദേഹത്തിൻ്റെ ക്ലോസിലുള്ള ക്യാമറ, അദ്ദേഹം നീങ്ങുന്നതിനൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനുള്ള ഓഡിയോ വളരെ കൃത്യമായി നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു അഭിമുഖമാണ് നമ്മൾ കാണുന്നത്. അതും ആ റിപ്പോർട്ടറുടെ പേര് പലവരും വിളിച്ചുകൊണ്ടാണ് പൾസർ സുനി സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 10 വർഷമായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത തന്നെയാണ്. കാര്യം ഒരു നടി, മലയാളത്തിലെ ഒരു പ്രശസ്ത അതിജീവിതയായ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് പ്രതിസ്ഥാനത്തെത്തിയ ദിലീപാണത് ചെയ്യിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലെന്താണ് വാർത്ത? അപ്പോൾ എന്തിനാണ് ഈ വാർത്ത ഈ സമയം വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത്. കാര്യം നമുക്കറിയാം, സിനിമാ മേഖലയിൽ നിന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ വലിയ ചർച്ചയായി മാറിയ എമ്പുരാൻ ഇത്രയും ഈ വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് അതുവരെയും എമ്പുരാൻ്റെ വിവാദങ്ങൾ പോലും അധികം ചർച്ച ചെയ്തിട്ടില്ല. അത് നമ്മൾ തന്നെ വാർത്ത എടുത്തിട്ടുണ്ട്. കാര്യം 24-ഉം റിപ്പോർട്ടറും ഗോകുലം ഗോപാലൻ്റെ പ്രൊഡക്ഷൻസ് വന്ന സിനിമ ആയതുകൊണ്ട് തന്നെ എമ്പുരാൻ വിവാദം അത്രയൊന്നും അവരെടുത്തിട്ടില്ല. ആ കാലാകാലങ്ങളുള്ള വാർത്ത എടുത്തു പോയി എന്നുള്ളതല്ലാതെ, ഇപ്പോൾ സെൻസറിങ് വാർത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പോയതല്ലാതെ ഇതിൻ്റെ വിവാദത്തെ സംബന്ധിച്ച് കൂടുതൽ ഇവർ വാർത്തകൾ കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവം. ഏതാ? ഈ റെയ്ഡ്. ഈ ദിലീപിന്റെ വാർത്ത ഇവർ 10 വർഷത്തിന് ഇപ്പോഴുള്ള വലിയ കണ്ടെത്തലായി കൊണ്ടുവന്നു. പക്ഷേ ഇന്നലെ നടന്ന ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലെ ED റെയ്ഡ് അത് ഈ 2 ചാനലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ ഈ ദിലീപിൻ്റെ വിഷയം ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ചാനൽ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു, എന്തിനാണ് കൊണ്ടുവന്നത്? പക്ഷേ ഇതിലേറ്റവും രസകരമായ കാര്യം, എന്താണോ അവർ ഉദ്ദേശിച്ചത് അതിൻ്റെ ഫലം കണ്ടില്ല. കാര്യം ഇവർ കൊണ്ടുവരുന്ന ഒരു വാർത്ത, നമുക്കറിയാം റിപ്പോർട്ടറിൻ്റെ ഒരു ശൈലിയുണ്ട്. റിപ്പോർട്ടർ ഒരു വാർത്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ മറ്റെല്ലാ വാർത്തയും മാറ്റി വെച്ചിട്ട് ആ ഒരു വാർത്തയോടൊപ്പം ഒരു ദിവസം സഞ്ചരിക്കും, അല്ലേ? ഇപ്പോൾ ഷിരൂരൊക്കെ ഒരുപക്ഷെ അന്ന് ഹിറ്റാക്കിയതിന് പിന്നിൽ അതാണ്. കാര്യം അവർ മറ്റു വാർത്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഷിരൂർ തന്നെ 24 മണിക്കൂറും റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഈ ദിലീപിൻ്റെ ഈ പൾസർ സുനിയുടെ ഇൻ്റർവ്യൂ. അന്ന് രാവിലെ ഒരു 8 മണിയോട് കൂടിയാണ് ഈ വെളിപ്പെടുത്തൽ അവർ ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം അന്ന് ആ പകൽ മുഴുവൻ നടന്നത് ഇതേ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ്. സിനിമാ രംഗത്തു നിന്നുള്ള പലരെ വിളിക്കുന്നു, ബൈറ്റ് എടുക്കുന്നു. അതും ഈ സിനിമാ രംഗത്തു നിന്നുള്ള പ്രമുഖരാരും അതിനകത്ത് വലുതായി പ്രതികരിച്ചില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോൾ മാലാ പാർവതിയെ പോലെ, ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ചുരുക്കം ചിലരും, രാഹുൽ ഈശ്വറിനെ പോലുള്ള ആക്ടിവിസ്റ്റുകളും ഒക്കെയാണ് ആ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തതെന്ന് ഒഴിച്ചാൽ സിനിമാ മേഖലയിൽ നിന്നുള്ള പോലും മറ്റാരും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് ദിലീപിനെതിരെയുള്ള വാർത്ത? കഴിഞ്ഞ കുറച്ചു കാലമായി ദിലീപിന് വലിയ കഷ്ടകാലമാണ്. കാര്യം ദിലീപ് എന്ത് ചെയ്താലും കുറ്റമാണ്. ദിലീപ് ഇരുന്നിരുന്ന് ശബരിമല പോയപ്പോൾ അതും പ്രശ്നമായി. അവിടെ പോയി അദ്ദേഹത്തിന് ദർശന സമയം കൂടുതൽ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയൊരു കുറ്റം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇതായിട്ട് നമുക്കിതിനെ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ ദിലീപ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് കോടതി കണ്ടെത്തി ശിക്ഷ വിധിക്കേണ്ടതാണ്. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കണം. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷേ
ഈ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതിന് പിന്നിൽ ആരാണ്? നമുക്കറിയാം, ദിലീപ് ഈ ഒരു കേസിൽ വന്ന് പെടുന്ന സമയത്ത് അന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പൊന്നും വിലയുള്ള ഒരു താരമായിരുന്നു ദിലീപ്. മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുകയും പ്രൊഡക്ഷൻ രംഗത്ത് വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ദിലീപ്. അപ്പോൾ ദിലീപിനെ കൃത്യമായി തകർക്കുക എന്നുള്ള ഒരു ആസൂത്രണം സിനിമാ മേഖലയിൽ തന്നെ പലരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു. കാര്യം 2020 പോലുള്ള മലയാളത്തിലെ എല്ലാ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയൊക്കെ നിർമ്മിച്ചത് ദിലീപാണെന്ന്. അപ്പോൾ ദിലീപ് പിന്നെയും മുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു കേസ് വരുന്നതും ദിലീപിൻ്റെ ഒരു കരിയറിന് തന്നെ വലിയൊരു ബ്രേക്ക് ഉണ്ടാകുന്നത്. പിന്നീട് ജയിൽവാസവും കഴിഞ്ഞ് വന്നെങ്കിലും അദ്ദേഹത്തിന് പഴയതുപോലെ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്കുള്ള 2-3 സിനിമകൾ വിജയിച്ചതൊഴിച്ചാൽ ഈ തുടരെ ഹിറ്റുകൾ സമ്മാനിക്കുന്ന കുടുംബ സദസ്സുകളുടെ നായകൻ എന്നുള്ളൊരു വിളിപ്പേരൊക്കെ ഉണ്ടായിരുന്നു, ജനപ്രിയ നായകൻ. ആ ഒരു ഇതിനൊക്കെ എവിടെയോ കോട്ടം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ തണുത്ത കഞ്ഞിയെ വീണ്ടും പാത്രത്തിലേക്ക് ഒരു ചാനൽ വിളമ്പി വെച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, രസകരമായൊരു കാര്യം, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ മാധ്യമങ്ങളും, ഇപ്പോൾ ചാനലുകൾ അത് പരസ്യമായി എടുത്തില്ലെങ്കിൽ കൂടി പത്രങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ചാനലിൻ്റെ തന്നെ മറ്റ് സൈഡ് സ്റ്റോറികളായിട്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാർത്തകൾ വരും. പക്ഷേ ഈ ഒരു വാർത്ത ആരും എടുത്തില്ല എന്നുള്ളതാണ് സത്യം. ആരും കെയർ ചെയ്തില്ല. അതെ, ഈ മലയാളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലുണ്ട്. എന്ത് വാർത്ത, ഗോസിപ്പ് വാർത്ത കിട്ടിയാലും അതിൻ്റെ ഹെഡ്ലൈൻ തന്നെ ഒരു 10 വരി അടിച്ചിട്ട് പിന്നെ ഒരു വലിയ പാരഗ്രാഫിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആ ഓൺലൈൻ മാധ്യമം പോലും ഇതെടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണോ റിപ്പോർട്ടർ ഉദ്ദേശിച്ചത് അത് നടന്നില്ല എന്നുള്ളതാണ് സത്യം. അവരൊരു ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പഴയ പടക്കിനെ എടുത്ത് കത്തിക്കാൻ നോക്കി, അത് നനഞ്ഞു എന്ന് മാത്രമല്ല പൊട്ടിയുമില്ല. അതായത് ഇപ്പോൾ പൾസർ സുനിയെ പോലെയുള്ള ആളുകൾ വന്ന് നടത്തുന്ന വെളിപ്പെടുത്തലുകൾക്ക് അതിൻ്റേതായ ഒരു വാല്യൂവേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ആരും എടുക്കാത്തൊരവസ്ഥ വന്നത്. അത് മാത്രമല്ല കുമാറെ, ഈ ദിലീപിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് ആദ്യമായിട്ടല്ല. ഇപ്പോൾ മരിച്ചുപോയ സംവിധായകൻ ബാലചന്ദ്രൻ, അദ്ദേഹം ഇതിനു മുമ്പും ഗുരുതരമായ ആരോപണങ്ങളാണ് ദിലീപിനെതിരെ. അന്ന് പോലീസുകാരെ ആക്രമിക്കാൻ പോലും ദിലീപ് പ്ലാനിട്ടതായ ഒക്കെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കേസിൽ പോലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പുതിയ, അതും ജയിലിൽ നിന്ന് റിലീസായി വന്ന ആളിനെ കൊണ്ടുവന്ന് ഒരു എന്തിനായിരുന്നു ഈ ഒരു പൊറോട്ട നാടകം എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആരാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ എന്നുള്ളതും പല അഭിപ്രായങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ ഈ പൾസർ സുനി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അതായത് ഈ ദൃശ്യങ്ങൾ അതാണല്ലോ ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിയാതിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ തൻ്റെ പക്കലുണ്ട്, അതിപ്പോഴും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ധ്വനിയുണ്ടായിരുന്നു. അതാണ് കേരളം എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ പൾസർ സുനി പറഞ്ഞതുകൊണ്ടായിരിക്കാം. അല്ല, ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ വാർത്ത വന്നിട്ട് ഇപ്പോൾ 72 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ TV പോലും പിന്നീട് ഈ വാർത്ത ഗൗരവമായി എടുത്തില്ല എന്നുള്ളതാണ് ഇന്നലെ ഇന്നുമായിട്ട്. അല്ലേ, സാധാരണഗതിയിൽ അവർ കൊണ്ടുവരുന്ന അവരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് സ്റ്റോറീസ് എന്തായാലും കാണണം. പക്ഷേ ഇന്നത്തെ ദിവസത്തെ റൺഡൗണൊക്കെ നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടറിൽ അങ്ങനെ ഒരു വാർത്തയെ കാണാനില്ല. അപ്പോൾ ഇവർക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ഈ വാർത്ത കൊണ്ടുവരുന്നതിൽ. അത് ഈ പറഞ്ഞതുപോലെ ഗർഭം അലസിപ്പോയി എന്നുള്ളത് അവർക്ക് തന്നെ ഏതാണ്ട് തീരുമാനമായി. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കണം ഒരുപക്ഷെ ആ വാർത്ത വഴിക്ക് വെച്ച് വിട്ടുകളഞ്ഞത്. ഈ പറയുന്ന ടീം എമ്പുരാന് മേൽ വരുന്ന വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലൻ അടക്കമുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ നടത്തുന്ന അന്വേഷണം, ഇതിൽ നിന്നൊക്കെ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഒരല്പം വഴിതിരിച്ചു വിടാനാണോ ഇങ്ങനെ ഒരു ശ്രമം നടന്നത്? സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. കാര്യം നമുക്കറിയാം, എമ്പുരാൻ സിനിമയുടെ അവസാന സെൻസറിങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഈ ചില തീവ്രവാദ എലമെൻറ്റുകൾ, ആ സിനിമയിൽ അടങ്ങിയിരിക്കുന്ന തീവ്രവാദ എലമെൻറ്റുകൾ, അതുമാത്രമല്ല അതിൻ്റെ സംവിധായകനായ പൃഥ്വിരാജ് കഴിഞ്ഞ കാലങ്ങളിൽ കൈക്കൊണ്ട ഓരോരോ നടപടികളുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തോടൊപ്പം സഞ്ചരിക്കാതെ വഴിമാറി ചിന്തിച്ചുകൊണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അപ്പോൾ അതൊക്കെ വലിയ ചർച്ചയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത് വന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ബന്ധവും ഇല്ലായിരിക്കാം, എന്നാലും ഏറെക്കുറെ അതുമായി കണക്ട് ചെയ്ത് തന്നെയാണ് ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസിനെയും ഇപ്പോൾ വ്യാഖ്യാനം കൊടുക്കുന്നത്. ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആകുമെന്ന് പറയുന്നു. ഇപ്പോൾ ഇന്നലെ ഗോകുലം ഗോപാലൻ്റെ ചിട്ടി കമ്പനികളിൽ ED റെയ്ഡ് നടത്തിയത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് പറയുന്നു. ഇന്നിപ്പോൾ പൃഥ്വിരാജിൻ്റെ ഇൻകം ടാക്സ്, അതെ,
അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇതിന് നമുക്ക് തെളിവുകളില്ല. പക്ഷേ ഏറെക്കുറെ കണക്റ്റഡുമാണ്. അല്ലേ, പൃഥ്വിരാജൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തെ മുതലെടുത്തുകൊണ്ട് ഇരവാദം ഉന്നയിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ മാസം 15-ന് മുമ്പ് കിട്ടിയ നോട്ടീസാണ് അത്. അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ട് ഇത് ഒരു വെണ്ടേറ്റയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ ആദായനികുതി വകുപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് കഴിഞ്ഞ മാസം 15-ന് മുന്നേ സെർവ് ചെയ്യപ്പെട്ട ഒരു നോട്ടീസാണ്. 2022 മുതൽ അന്വേഷണം നടക്കുന്ന കാര്യത്തിലുള്ള ഒരു നോട്ടീസാണ്. അത് ആ വഴിക്ക് പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കേരളത്തിൻ്റെ TV ചാനലുകൾ കാണുന്ന അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ കാണുന്ന പ്രേക്ഷകരുടെ ഒരു മനോനിലയെ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരുടെ നിലവാരത്തെ ഒക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ടൊരു വ്യാജ വാർത്ത ചമച്ച് അല്ലെങ്കിൽ അത് മാത്രമല്ല ഈ വാർത്ത നിങ്ങൾ ഏറ്റെടുത്തോണം എന്നുള്ളൊരു ധ്വനിയും കൂടി അതിനകത്തുണ്ട്. ഇത് വളരെ ആധികാരികമായിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് വാർത്ത എന്നുള്ള ഒരു രീതി അതിനകത്ത് വരുന്നുണ്ട്. അതുമാത്രമാണോ വാർത്ത എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ആശാവർക്കർമാരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. വേറെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. മുനമ്പത്തിന് മാധ്യമം ഈ പ്രാധാന്യം നൽകിയിട്ടുണ്ടോ? എന്താ ഒരു ദിവസം മുഴുവൻ മുനമ്പത്തിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് റിപ്പോർട്ടർ TV രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ക്യാമ്പയിൻ നടത്താത്തത്? അവർ ബാക്കി എല്ലാ വിഷയങ്ങളും നടത്തുന്നുണ്ടല്ലോ. യുവജനോത്സവം വന്നപ്പോൾ അവരുടെ ടീം മുഴുവൻ തിരുവനന്തപുരത്ത് വന്ന് ബസ് യാത്ര നടത്തി. ലഹരി വിരുദ്ധ യാത്ര എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു വലിയ ക്യാമ്പയിൻ നടത്തി. ഇലക്ഷൻ സമയങ്ങളിലൊക്കെ അവരുടെ സ്റ്റാർ റീഡർമാരെല്ലാം കൂടി അണിനിരന്ന വലിയ വലിയ യാത്രകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ മുനമ്പത്തിൻ്റെ ഈ ഇഷ്യൂവിന് വേണ്ടി അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി എന്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ സംഘടിപ്പിക്കുന്നില്ല? അല്ല, മുനമ്പത്തെ സമരത്തെ ആദ്യഘട്ടം മുതൽ തന്നെ മാധ്യമങ്ങൾ ഒതുക്കി നിർത്തി, അല്ലെങ്കിൽ ക്യാമറ അങ്ങോട്ട് തിരിക്കാതിരിക്കാൻ ബോധപൂർവ്വം അവർ ശ്രമിച്ചു. പക്ഷേ ആ സമയത്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ സമയത്ത് മുന്നണികൾക്കത് ബുദ്ധിമുട്ടാകും എന്ന് കണ്ടുകൊണ്ട് സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഒത്താശയോടുകൂടി ഒരു ദിവസത്തെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അത് ആ ഭാഷ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്ന കാര്യമാണ്. 2 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി പരിഹരിക്കും എന്നൊക്കെ രീതി സർക്കാരിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊമോഷൻ എന്ന നിലയിലാണ് ആ പരിപാടികൾ അത് പല ചാനലുകളും കാണിച്ചത്. പക്ഷേ അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം അവർ അവിടെ നിന്ന് ക്യാമറ എടുത്തു. പിന്നീട് ഇന്നേ വരെയും അങ്ങോട്ട് പോയിട്ടില്ല. ചെറിയ ചെറിയ റിപ്പോർട്ടുകൾ കൊടുത്തു എന്ന് മാത്രം. പക്ഷേ ഈ ആശാവർക്കർമാരുടെയൊക്കെ സമരം കവർ ചെയ്യുന്ന ഒരു ആർജവം നോക്കിക്കഴിഞ്ഞാൽ മുനമ്പത്തുകാരെ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങേയറ്റം അവഗണിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ചൂടേറിയ വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ ആറിത്തണുത്ത ഒരു കേസുമായി വീണ്ടും ബിഗ് ബ്രേക്കിങ്ങുമായി ചാനലുകൾ വരുന്നത് എന്ന് പറയുന്നത് ഈ മാധ്യമരംഗത്തിന് തന്നെ അങ്ങേയറ്റം ലജ്ജാവഹമാണ്. അതുമാത്രമല്ല, എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഇനി വെളിപ്പെടേണ്ടത്. ഇത് ബോധപൂർവമായ ഒരു കെട്ടിച്ചമയ്ക്കലായിരുന്നോ, അല്ലെങ്കിൽ ഈ പൾസർ സുനി പറഞ്ഞ ആ ഫോൺ എവിടെയാണ്? അത് കണ്ടെത്താൻ ചാനലിൻ്റെ ഒരു മേൽനോട്ടത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? അതെ. നമസ്കാരം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.